ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു കൂടി വരവായി. എല്ലാ പ്രേക്ഷകർക്കും കൈരളി ടിവിയുടെ വിഷു ആശംസകൾ. നന്മയുടെയും പുരോഗതിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന വിഷു മലയാളികളുടെ കൊയ്ത്തുത്സവം കൂടിയാണ്. മഹാപ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ കാർഷിക മേഖലയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നല്ല ഫലം കണ്ടു തുടങ്ങിയെന്നത് ഈ വിഷുക്കാലത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. മാസം 1 കേരളത്തിന്റെ കാർഷികോത്സവമായ മറ്റൊരു വിഷുക്കാലം കൂടി വന്നിരിക്കുന്നു. പ്രളയം കേരളത്തെ കവർന്നെടുത്തപ്പോഴും കൊടുംചൂടിൽ വെന്തുരുകുമ്പോഴും മനസ്സിലെ ഗ്രാമത്തിൻ വെളിച്ചവും നന്മയും ഇത്തിരി കൊന്നപ്പൂവുമേന്തി അതിജീവനത്തിന്റെ പ്രതീകമായി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുകയാണ്. വിഷുവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ആചാരങ്ങളാണുള്ളത്. തേച്ചുരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണടിയും കണിവെള്ളരിയും കണിക്കൊന്നയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപ്പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ച വിഷുക്കണി കണ്ടുകൊണ്ടാണ് ഓരോ മലയാളികളും ഉണരുന്നത്. വിഷു കൈനീട്ടം നൽകിയും വിഷു സദ്യ വിളമ്പിയും മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 2:24 മുതൽ 3:24 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. 3:30 മുതൽ ഗുരുവായൂരപ്പന് തൈലാഭിഷേകം, വാകച്ചാർത്ത് തുടങ്ങി പതിവ് ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 2:15 മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി ശ്രീലകത്ത് പ്രവേശിച്ച് ഗുരുവായൂരപ്പനെ ആദ്യം വിഷുക്കണി കാണിച്ചു. പിന്നീട് ഗുരുവായൂരപ്പന്റെ തൃക്കൈയിൽ വിഷുക്കൈ നീട്ടം സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനായി ശ്രീലകവാതിൽ തുറന്നത്. ഞായറാഴ്ച രാത്രി 9 മണി മുതൽ തന്നെ ആയിരക്കണക്കിന് ഭക്തർ വിഷുക്കണി ദർശനത്തിനായി ഒരുക്കിയിരുന്ന പ്രത്യേക ക്യൂവിൽ ഇടം പിടിച്ചിരുന്നു. കാർഷിക സമൃദ്ധിയുടെ വിഷുക്കണി കണ്ടുണരാൻ ജൈവ പച്ചക്കറികൾ ഒരുക്കി കർഷകർ. ഇത്തവണ കണിവെള്ളരി പോലും രാസവള രഹിതമാണ് കോഴിക്കോട്ടെ 65 കുടുംബങ്ങൾക്ക്. മലയാളിയുടെ കണിക്കാഴ്ചയിൽ പ്രധാനമാണ് കണിവെള്ളരിയും. വരും നാളുകളിലെ കാർഷിക സമൃദ്ധിയുടെ കണിക്കാഴ്ചകൾ മലയാളികൾക്കെന്നും മനം കുളിർക്കുന്നതാണ്. ഇത്തവണ വിഷരഹിതമായ കണിക്കാഴ്ചയായിരുന്നു തൊണ്ടയാട് പട്ടേരിയിലെ ഉദ്യം റെസിഡൻസ് അസോസിയേഷന്റെ ലക്ഷ്യം. വിഷരഹിത ജൈവ പച്ചക്കറികൾക്കൊപ്പം വിഷുക്കണിക്കായി കണിവെള്ളരിയും നട്ടു. ഞങ്ങൾ ഉദ്യം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസമായുള്ളൂ. അപ്പം അന്നേ മൊത്തത്തിൽ എല്ലാ ഈ 65 വീട്ടുകാരുണ്ട്. അവരുടെ എല്ലാവരും ആശയം ഈ ജൈവ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കണം, അത് എല്ലാവർക്കും കൊടുക്കണം, അതിന് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റിലെ തുടക്കം എന്നാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് അതിൽ ഞങ്ങൾക്ക് പ്രകൃതി തന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രകൃതി നാടിന് മുഴുവൻ ഈ കണിവെള്ളരികൾ കണിക്കാഴ്ചയാവുകയാണ്. ഈ കണിവെള്ളരി ഞങ്ങൾക്ക് ദിവസവും കണിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പം ജൈവ പച്ചക്കറി ആയതുകൊണ്ട് അതിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്കും ഇത് എന്തൊക്കെ ചെയ്യാന്നുള്ളത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ വിഷുവിന് കണി കാണാൻ വിഷരഹിത പച്ചക്കറികൾ ഒരുങ്ങുകയാണ്. കേരളം മാറുകയാണ് ആ പഴയ കാലത്തിലേക്ക്. വിഷരഹിത പച്ചക്കറികളുള്ള ഒരു പഴയ കാലം. കണിവെള്ളരി അടക്കം വിഷരഹിതമായി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില. വിഷു ആഘോഷങ്ങളുടെ ഗ്രഹാതുരമായ കാഴ്ചകളുമായി പ്രവാസി മലയാളി ഒരുക്കിയ മ്യൂസിക് ആൽബം ശ്രദ്ധേയമാകുന്നു. മൂവാറ്റുപുഴ സ്വദേശിയായ അനൂപ് നായരാണ് മമ മലയാളം എന്ന പേരിൽ ആൽബം പുറത്തിറക്കിയത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ഒരു പ്രവാസി മലയാളിയുടെ ഗ്രഹാതുരമായ വിഷു ഓർമ്മകളാണ് മമ മലയാളം എന്ന മ്യൂസിക് ആൽബം. കേരളത്തിലും UAE-യിലുമായി ചിത്രീകരിച്ച മ്യൂസിക് ആൽബത്തിന്റെ ആശയവും സംവിധാനവും നിർവഹിച്ചത് മൂവാറ്റുപുഴ സ്വദേശിയായ അനൂപ് നായരാണ്. ശരിക്കും ഇതിന്റെ ദൃശ്യാവിഷ്കാരം ഒരു പ്രവാസിയുടെ ഓർമ്മയാണ്. അതായത് ഒരു ഫാമിലി ഒക്കേഷനിൽ അദ്ദേഹത്തിന്റെ പഴയ ക്ലാസ് ഫോട്ടോ കാണാൻ ഇടവരികയും അദ്ദേഹത്തിന്റെ മനസ്സ് നാട്ടിലേക്കൊന്ന് സഞ്ചരിക്കുകയാണ്. അപ്പോൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും വിദ്യാഭ്യാസവും സ്കൂളിങ്ങും അതുപോലെ നാട്ടിലെ ആഘോഷങ്ങളും അമ്മയുമായിട്ടുള്ള സ്നേഹവും എല്ലാം ഗൃഹാതുരതയും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒന്ന് ഓടി മിന്നി മറിയുകയാണ് ചെയ്യുന്നത്. കവി മധുസൂദനൻ നായർ,
ഭാഗ്യലക്ഷ്മി, ദീപ കർത്ത എന്നിവരുടെ സാന്നിധ്യവും മ്യൂസിക് ആൽബത്തിലുണ്ട്. മധുബാലകൃഷ്ണൻ, സൗമ്യ ഉണ്ണികൃഷ്ണൻ, ശ്രുതിനാഥ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. പ്രവാസി മലയാളികൾക്കുള്ള ഒരു വിഷുക്കണി കൂടിയാണ് ഈ മ്യൂസിക് ആൽബമെന്ന് അനൂപ് നായർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദുബായ്. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന പരിസരത്തെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളാണ് കുടുംബ സംഗമത്തിൽ ഒത്തുചേർന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 140ഓളം കുടുംബങ്ങളിലെ അംഗങ്ങൾ സംഗമത്തിൽ പങ്കാളികളായി. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ, TP ദാസൻ, മുഹമ്മദ് റിയാസ്, തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കാം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചരണം ശക്തമാക്കി പാർട്ടികൾ. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക. മായാവതിക്ക് നിർണായകമാണ് ഈ 8 മണ്ഡലങ്ങളും. അതേസമയം മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ DMK സീറ്റുകൾ തൂത്തുവാരും എന്നാണ് സൂചന. പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു ദിവസം മാത്രം. 97 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്. BSP, SP, RLD സഖ്യം BJPക്കെതിരെ മത്സരിക്കുന്ന 8 മണ്ഡലങ്ങളിൽ നഗീന, ബുലന്ദ്ഷഹർ, ഹത്രസ്, ആഗ്ര എന്നിവ റിസർവേഷൻ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ BJPയും SP-BSP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അംറോഹ, ആലിഗഡ്, മധുര, ഫത്തേപൂർ സിക്രി എന്നീ സീറ്റുകളിൽ BJPയും BSPയും തമ്മിലാണ് പോരാട്ടം നടക്കുക. ദളിത്, ജാട്ട്, ഗുജ്ജർ, മുസ്ലിം വിഭാഗങ്ങളാണ് ഈ മേഖലകളിൽ 50%. 2014 BJP നേടിയതാണ് 8 സീറ്റുകളും. എന്നാൽ ഇത്തവണ മഹാസഖ്യം BJPക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. മുസ്ലിം ദളിത് വോട്ടുകൾ തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. എന്നാൽ ദളിത് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ മഹാസഖ്യമാണ് മുന്നിൽ നിൽക്കുന്നതും. BJPയുടെ വർഗീയ പരാമർശങ്ങളും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. മഹാരാഷ്ട്രയിലെ 10 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. UPAയും NDAയും തമ്മിൽ നേർക്കുനേരുള്ള മത്സരമാണ് മഹാരാഷ്ട്രയിൽ. പ്രധാനമായും മത്സരം നടക്കുക നന്ദേഡ്, ലാത്തൂർ, സോലാപൂർ, ബീഡ് എന്നീ മണ്ഡലങ്ങളിലാണ്. ന്യൂനപക്ഷ വോട്ടുകളിലും ദളിത് വോട്ടുകളിലുമാണ് കോൺഗ്രസ് NCP സഖ്യം കണ്ണുവയ്ക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. DMK സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് സൂചനകൾ. 2014 വിപരീതമായി AIDMK വലിയ തകർച്ച നേരിടുകയും ചെയ്യും. TTV ദിനകരന്റെ പാർട്ടിയിലേക്കുള്ള വോട്ട് ചോർച്ചയാണ് AIDMK നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം SRP. ഭൂരിപക്ഷ വർഗീയതയോട് BJP പുലർത്തുന്ന അതേ നിലപാടാണ് കോൺഗ്രസിനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമ്പത്തിനു വേണ്ടി വെള്ളനാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു SRP. കോൺഗ്രസിനെതിരെ നിശിതമായ വിമർശനമാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമേന്ദ്രപിള്ള നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദില്ലിയിൽ കോൺഗ്രസിന്റെ കടുംപിടുത്തം മതേതര സഖ്യത്തിൽ വിള്ളലുണ്ടാക്കി. BJPക്കെതിരെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി ഇടതു പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നത് ഇതിന്റെ തെളിവാണ്. ഭൂരിപക്ഷ വർഗീയതയോട് BJP പുലർത്തുന്ന അതേ നിലപാടാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു. പശുക്കടത്തിന്റെ പേരിൽ മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയത് ഇതിന്റെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മധ്യപ്രദേശ് ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാവ് കമൽനാഥ്, അവിടുത്തെ മുഖ്യമന്ത്രി, 1-2 ഗോവധ സംഭവങ്ങൾ ഉണ്ടായി. കുറേയേറെ മതന്യൂനപക്ഷങ്ങൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏത് നിയമപ്രകാരമാണ് കേസെടുത്തതെന്നറിയാമോ? ഗോവധ നിരോധന നിയമപ്രകാരമല്ല അവിടെ കേസെടുത്തത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം. ഗോവധ പ്രശ്നത്തെ കോൺഗ്രസ് ഇന്ന് ദേശീയ സുരക്ഷയുടെ പ്രശ്നമായി ഉയർത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ തിരുവനന്തപുരം വെള്ളനാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് SRP കോൺഗ്രസിന്റെ നയങ്ങളെ ശക്തിയായി വിമർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചെത്തിയാൽ എന്നാണ് BJPയിലെത്തുകയെന്ന് പറയാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചതായും കോടിയേരി ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ പ്രധാനമന്ത്രി മോദി ഹിന്ദുത്വം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെള്ളായണിയിൽ C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. കോൺഗ്രസും BJPയും ഒന്നായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലും കാണാൻ കഴിയുന്നത്. G. രാമൻ നായർ, പ്രമീള ദേവി, ടോം വടക്കൻ, ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേരാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്.
കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എങ്ങനെ വിശ്വസിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് കോടിയേരി ചോദിച്ചു. കോൺഗ്രസ് ജയിച്ചാൽ BJPയെ പുറത്താക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും MLAമാർ കാലുമാറുന്നതാണ് കണ്ടത്. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലേ ജയിച്ചത്? പക്ഷെ ഗോവയിൽ മന്ത്രിസഭയുണ്ടാക്കിയത് BJPയാണ്. ജയിച്ചത് കോൺഗ്രസ്, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. മണിപ്പൂർ നിയമസഭാ ഇലക്ഷനിൽ ജയിച്ചത് കോൺഗ്രസ്, മണിപ്പൂരിൽ മന്ത്രിസഭയുണ്ടാക്കിയത് BJP. അരുണാചൽ പ്രദേശ് 60 അംഗ നിയമസഭയിൽ 34 കോൺഗ്രസുകാർ ജയിച്ചു. ജയിച്ച 34 കോൺഗ്രസുകാരിൽ 33 കോൺഗ്രസുകാരും BJP ചേർന്നു. അങ്ങനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അരുണാചൽ പ്രദേശിൽ BJPയുടെ മുഖ്യമന്ത്രിയായി. ഈ കോൺഗ്രസുകാരാണ് BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് കഴിഞ്ഞ 5 വർഷവും BJP നടത്തിയതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജീവിതം തിരികെ നൽകിയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് 100ഓളം കുടുംബങ്ങൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് വേണ്ടിയാണ് അവർ വോട്ടർമാരെ കാണുന്നത്. IRPC ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിച്ചവരും കുടുംബാംഗങ്ങളുമാണ് രാഷ്ട്രീയം മറന്ന് P ജയരാജന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയത്. കടലോളം സ്നേഹവും കരുതലുമാണ് IRPC എന്ന സാന്ത്വന പ്രസ്ഥാനം. ഇതിന്റെ അമരക്കാരൻ P ജയരാജൻ മുൻകൈയെടുത്ത് ആരംഭിച്ച IRPC ലഹരി വിമുക്ത കേന്ദ്രം ഇന്ന് 100 കണക്കിന് കുടുംബങ്ങളെ കണ്ണീർ കയത്തിൽ നിന്നും ആശ്വാസ തീരത്തേക്ക് അടുപ്പിച്ചു കഴിഞ്ഞു. P ജയരാജന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഒത്തുകൂടിയ അവരുടെ വാക്കുകൾ തന്നെ കേൾക്കുക. പുകവലിയുണ്ടായിരുന്നു, അത് നിർത്തി. ഇപ്പം ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും സ്നേഹിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറോടും IRPCക്കാരോടും നന്ദി പറയും. നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. IRPCയിൽ 24 ദിവസം താമസിച്ചു. ഇപ്പം 2.5 മാസമായിട്ട് എൻ്റെ വീട്ടിൽ വളരെ സമാധാനമായി കുടുംബം പോകുന്നു. ആൾക്കാർ അസൂയപ്പെടുന്ന രീതിയിലാണ് ഇപ്പം ജീവിക്കുന്നത്. പല കുടുംബങ്ങളിൽ നിന്നെത്തി ഒരു കുടുംബമായവരാണ് ഇവർ. ഈ കൂടിയവരിൽ കോൺഗ്രസുകാരും BJPക്കാരും CPIMകാരും രാഷ്ട്രീയം ഇല്ലാത്തവരും എല്ലാമുണ്ട്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കൊടിയുടെ നിറം നോക്കാതെ അവർ പ്രചരണം നടത്തുകയാണ്. ജീവിതത്തിന് നിറം പകർന്ന P ജയരാജന് വേണ്ടി. എൻ്റെ പിന്നിൽ കാണുന്നവരെല്ലാം ഒരേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാം ഒറ്റ മനസ്സായി ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയാണ്. ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രിയ നേതാവിന്റെ വലിയ വിജയത്തിനായി. തലശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ വിമാനം ഹെലികോപ്റ്ററിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. പൈലറ്റും 2 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മരിച്ചത്. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലുക്കലയിലെ ടെൻസിംഗ് ഹിലാരി വിമാനത്താവളത്തിലായിരുന്നു അപകടം. നേപ്പാളിലെ ആഭ്യന്തര വിമാന സർവീസായ സമിറ്റ് എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 9 മണിക്ക്. നമസ്കാരം.